ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ്. സോ ഇന്ന് ഞാൻ ഇവിടെ രണ്ട് വേക്കൻസികളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടാറ്റ മെമ്മോറിയൽ സെൻറ്ററിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. സോ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. സോ ഞാൻ കേരളത്തിലുള്ളതാണെങ്കിലും കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റ്സിലാണെങ്കിലും എനിക്കറിയുന്ന എല്ലാ ഫാർമസിസ്റ്റ് വേക്കൻസികളും മാക്സിമം തന്നെ എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷൻസും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ എല്ലാ അപ്ഡേഷൻസും കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ടാറ്റ മെമ്മോറിയൽ സെൻറ്ററിൽ വിളിച്ചിരിക്കുന്ന 2 വേക്കൻസികൾ നോക്കാം. ഓക്കെ, സോ അതിനുവേണ്ടി ഇതാണ് നമ്മൾ ടാറ്റ മെമ്മോറിയൽ സെൻറ്ററിൻ്റെ സൈറ്റ് എടുത്തിരിക്കുന്നത്. അതിലെ കരിയർ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒത്തിരി വോക്കിൻ ഇൻ്റർവ്യൂസ് വിളിച്ചിരിക്കുന്ന കാണാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ OS/VAR/2025/35 ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ വ്യൂവിന് കൊടുക്കുക. ഓക്കെ, വ്യൂ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ഒരു PDF ഫയൽ കിട്ടും അല്ലേ. സോ വേക്കൻസി നമുക്കിങ്ങനെ കാണിക്കും. ഓക്കെ, ഇതാണ് വിളിച്ചിരിക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ OS/VAR/2025/35. ഓക്കെ, ഇതിൽ വിളിച്ചിരിക്കുന്നുണ്ട് ഹോമി ബാബ ക്യാൻസർ ഹോസ്പിറ്റലാണ്, വാരണാസിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇതാണ് വന്നിരിക്കുന്നത്. അതിൽ ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അത് തന്നെ BPharm വിത്ത് മിനിമം 1 year ഓഫ് എക്സ്പീരിയൻസ് ഓർ DPharm വിത്ത് മിനിമം 3 years ഓഫ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എക്സ്പീരിയൻസ് ഇൻ ഡിസ്പെൻസറി ഓർ ഫാർമസി ഓഫ് ദ ഹോസ്പിറ്റൽ ഹാവിംഗ് മിനിമം 200 ബെഡ്സ്. കാൻഡിഡേറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ടു വർക്ക് ഇൻ ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഇൻക്ലൂഡിംഗ് നൈറ്റ് ഷിഫ്റ്റ്. Registration with the State Pharmacy Council with a duly allotted registration number is mandatory. Experience of working on computerized system desirable. So ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് എത്ര? 30 year ആണ്. സാലറി 25,506 ആണ് പറഞ്ഞിരിക്കുന്നത്. എത്ര പോസ്റ്റ് ഉണ്ട്? 3 പോസ്റ്റാണ് ഉള്ളത്. ഓക്കെ, സോ BPharm ഓർ DPharm ക്യാൻ ബി അപ്ലൈഡ് വിത്ത് എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ട്. 1 year ഓഫ് എക്സ്പീരിയൻസ് BPharmകാർക്ക്. DPharm ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ എങ്കിൽ 3 years ഓഫ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എക്സ്പീരിയൻസ് വേണം. ഹോസ്പിറ്റലിൽ 200 ബെഡുള്ള ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് വേണം. നൈറ്റ് ഡ്യൂട്ടീസൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ രജിസ്ട്രേഷനും വേണം. അതാണ് ചോദിച്ചിരിക്കുന്നത്. എലിജിബിൾ കാൻഡിഡേറ്റ് മേ അറ്റൻഡ് ഇൻ്റർവ്യൂ ആണ് കേട്ടോ. അതിന് കറക്റ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. വാരണാസിയിൽ വെച്ചിട്ടാണ്, ഉത്തർപ്രദേശാണ്. ഓക്കെ, സോ ദ കാൻഡിഡേറ്റ് ആർ റിക്വയർഡ് ടു ക്യാരി ദ ബയോഡേറ്റ, റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പാൻ കാർഡ്, ആധാർ കാർഡ്, എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇൻ ഒറിജിനൽ ആൻഡ് 1 set ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ്. ഓക്കെ, all outstation candidates are required to make a note that accommodation will not be provided. അക്കോമഡേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇൻ്റർവ്യൂവിനാണ് വിളിച്ചിരിക്കുന്നത്. എവിടേക്കാണ് ഇൻ്റർവ്യൂ, എവിടെ വെച്ചാണെന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം എന്തൊക്കെ കൊണ്ടുവരണം, ലൈക്ക് അതിൻ്റെ ബയോഡേറ്റ കൊണ്ടുവരണം, അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പാൻ കാർഡ്, ആധാർ കാർഡ്, എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒറിജിനലും അറ്റസ്റ്റഡ് കോപ്പീസൊക്കെ കൊണ്ടുവരണം. ഓക്കെ, ഒത്തിരി കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് അവർ കണ്ടക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവർ 3 വേക്കൻസി ഉള്ളത്. 3 വേക്കൻസിലേക്ക് ഫാർമസിസ്റ്റിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒരു വേക്കൻസി നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേറെ വേക്കൻസി ഓരോടെ ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ തന്നെ പോവുക, കരിയറിൽ തന്നെ പോവുക. ടാറ്റ മെമ്മോറിയൽ സെൻറ്ററിൽ തന്നെ വന്നിരിക്കുന്ന 2nd വേക്കൻസിയാണ്. ഓക്കെ, ഇതിൽ വന്നിരിക്കുന്ന നമ്മൾ താഴേക്ക് പോകുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ലൈക്ക് HBCH/RC പ്രോജക്റ്റ് 2025 P61. ഓക്കെ, സോ ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് മുസാഫർപൂർ ആണ്, ബീഹാറിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, സോ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. HBCH/RC പ്രോജക്റ്റ് 2025 P61 ആണ് കേട്ടോ. വോക്കിൻ ഇൻ്റർവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം അത് കറക്റ്റായിട്ട്. ഓക്കെ, സോ ഇതും സെയിം ഹോമി ബാബ ക്യാൻസർ ഹോസ്പിറ്റൽ. 1 minute. ഇതും ഹോമി ബാബ ക്യാൻസർ ഹോസ്പിറ്റൽ റിസർച്ച് സെൻറ്റർ, ശ്രീകൃഷ്ണ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ക്യാമ്പസ്, മുസാഫർപൂർ, ബീഹാർ. ഓക്കെ, സോ എവിടെയാണ് നടക്കുന്നത്?
ഇതിൻ്റെ പോസ്റ്റ് ഇതാണ് വിളിച്ചിരിക്കുന്നത്. ഡേ കെയർ സെൻറ്റർ ഫോർ പ്രൊവൈഡിങ് കീമോതെറാപ്പി അറ്റ് 17 ഡിസ്ട്രിക്ട് ഓഫ് ബീഹാർ. ഓക്കെ, ഫാർമസിസ്റ്റ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 4 വേക്കൻസിയാണ് ടോട്ടലുള്ളത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് രജിസ്റ്റേർഡ് ആസ് ഫാർമസിസ്റ്റ് അണ്ടർ ദ ഫാർമസിസ്റ്റ് ആക്ട് ആൻഡ് 2 years ഓഫ് എക്സ്പീരിയൻസ് ആസ് ഫാർമസിസ്റ്റ് ഇൻ എനി റെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റൽ or pharmacy after registration as pharmacist under the Pharmacy Act 1948. അതാണ് ഒന്ന് DPharm വിത്ത് 2 years ഓഫ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ BPharm ആയിരിക്കും വിത്ത് 1 year ഓഫ് എക്സ്പീരിയൻസ് ആസ് ഫാർമസിസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് ഓൺ കമ്പ്യൂട്ടറൈസ് സിസ്റ്റം ഡിസൈറബിൾ ആണ്. കാൻഡിഡേറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ടു വർക്ക് ഇൻ ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഇൻക്ലൂഡിംഗ് നൈറ്റ് ഷിഫ്റ്റ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 30 year ആണ്. ഓക്കെ, സോ സാലറി 20,000 to 22,000 ആണ് പറഞ്ഞിരിക്കുന്നത്. ദ അപ്പോയിൻമെൻറ്റ്സ് ഈസ് ഇനിഷ്യലി ഫോർ എ പീരീഡ് ഓഫ് 6 months ഓർ ടിൽ ദ കണ്ടിന്യൂഷൻ ഓഫ് ദ പ്രോജക്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്ലീസ് നോട്ട് ദാറ്റ് ദ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് മേ ഇൻക്ലൂഡ് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവാം ഓർ പേഴ്സണൽ ഇൻ്റർവ്യൂ ഓർ ബോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഫോർ ഗിവൺ പോസ്റ്റ്. Further to note that there will be scrutiny of application prior to initiation of recruitment process and will include document verification ഉണ്ടായിരിക്കും with original certificates regard to qualification and experience. Hence candidates are advised to carry their resume along with the original education and experience certificate, PAN card, Aadhaar card, self-attested copies of these documents. So ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നമുക്ക് ഇതിൻ്റെ ഒപ്പം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കും. റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആയിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അതാണ് രണ്ടാമത്തെ വേക്കൻസി വന്നിരിക്കുന്നത്. അത് വന്നിരിക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ 2 വേക്കൻസീസാണ് നമുക്ക് ഇപ്പോൾ ടാറ്റ മെമ്മോറിയൽ സെൻറ്ററിൻ്റെ വേക്കൻസീസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇത് കേരളത്തിലകത്തുള്ളതല്ല, നമ്മൾ പുറത്ത് ബീഹാറിൽ UP-ലൊക്കെ വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കിത് യൂസ്ഫുൾ ആയിരിക്കും. സോ ദേ ക്യാൻ അപ്ലൈ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ ഫർദർ ഏതെങ്കിലും ഒരു ജോബ്സോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.